ആര് പറഞ്ഞ് ആവേശം കുറഞ്ഞ് ആവേശം പോയെന്ന്? ഒന്ന് കണ്ടു നോക്ക്. ഈ പാർട്ടി ഒന്ന് തല്ലി നോക്കൂ. ഒന്ന് തല്ലടാ, തല്ലി നോക്കടാ. തല്ല് കൊള്ളുന്നത് കണ്ടിട്ട് പോടാ. അങ്ങോട്ട് വിളിക്കണ്ട. ഈ വെല്ലുവിളിയും ആവേശപ്രസംഗവും ഒക്കെ നടത്തുന്നത് പാവപ്പെട്ടവന്റെ മക്കളുടെ മുന്നിലല്ലേ? നിങ്ങളുടെ മക്കളെ ഒന്നും നിങ്ങളുടെ പോലുള്ള നേതാക്കന്മാരുടെ മക്കളുടെ മുന്നിലൊന്നും ഇങ്ങനെയുള്ള ആവേശം കൊള്ളിക്കുന്ന പ്രസംഗം നടത്തത്തില്ലല്ലോ. കാരണം നാട്ടുകാരുടെ പോലീസിന്റെ തല്ല് കൊള്ളാനും ജയിലിൽ പോയി കിടക്കാനും ഒക്കെ പാവപ്പെട്ടവന്റെ മക്കൾ വേണം അല്ലേ? പാവപ്പെട്ടവന്റെ പിള്ളേർ വേണം ചോര പിടിക്കാനും വിയർപ്പൊഴുക്കാനും കൊടി പിടിക്കാനും കല്ലെറിയാനും. നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളുണ്ടാക്കിയ സമ്പാദ്യത്തിൽ സുഖിച്ചങ്ങനെ ജീവിക്കും. ഈ പാവപ്പെട്ടവൻ്റെ മക്കൾ തല്ലുകൊള്ളുന്നതും നാണം കെടുന്നതിൻ്റെയും ഒക്കെ ഭാഗം വാങ്ങിച്ച് തിന്ന് സുഖിച്ച് അധികാരത്തിലിരുന്ന് നിങ്ങളും അങ്ങനെ നീണാളുമായിടും. അതല്ലേ മനസ്സിലിരിപ്പ്? അടപടലം 3G ആയല്ലോ, എന്നിട്ട് ആവേശം തീർന്നില്ലേക്കാ? ഈ പാർട്ടി അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ നോക്ക്. ആരെങ്കിലും ഒന്ന് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ നോക്കണേ. കാരണം നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഭരണപക്ഷത്തിനൊക്കെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുകയാണിത്. ഇവരെ ഒതുക്കിയാലേ ഇനി മുന്നോട്ട് ഭരിക്കാൻ പോലും പറ്റുള്ളൂ, ഭരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. അത്രയും വലിയ അന്താരാഷ്ട്ര പാർട്ടിയാണ്. ആരെങ്കിലും ഒന്ന് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ നോക്കണേ. ഈ പാർട്ടി ഒരു തീയായി അഗ്നിയായി അതാളി കത്തും. പറഞ്ഞത് മനസ്സിലായില്ലേ? തരി കെട്ട്. പക്ഷെ അത് തീയായി അഗ്നിയായി ജ്വാലയായി തീക്ക് ഏതൊക്കെ പര്യായ പദങ്ങളുണ്ടോ അതെല്ലാം അണ്ണൻ നിരത്തും. അതെല്ലാമായിട്ട് ആളി കത്താൻ പോവുക. എന്നാ അണ്ണ? എപ്പോഴാ? ഒരു സംശയം വേണ്ട, അതെല്ലാം നേതൃത്വം പുതുതായി ഉയർന്നു വരും. നേതൃത്വം പുതുതായി ഉയർന്നു വരും. അണ്ണൻ ഉയർത്തിക്കൊണ്ട് വരും. പക്ഷെ നമ്മളാരും അത് കാണുകയില്ല, അറിയുകയില്ല. ഇതെല്ലാം അദൃശ്യമായി സംഭവിക്കുന്ന, ശൂന്യതയിൽ സംഭവിക്കുന്ന ചില അത്ഭുതങ്ങളാണ്. അതെല്ലാം നേതൃത്വം പുതുതായി ഉയർന്നു വരും. നമ്മുടെ ഒന്നും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഉയർത്തി എടുപ്പിക്കലായിരിക്കും അത്. അതെല്ലാം നേതൃത്വം പുതുതായി ഉയർന്നു വരും. ആംഗ്യം കണ്ടില്ലേ? ഗംഭീരമായിരിക്കും അത്. ഉയർന്നു വരും. വരാതിരിക്കില്ല. വരും. ഈ പുതിയ തലമുറയിൽപ്പെട്ടവരോട് ഞാൻ പറയുന്നത് അത് ഓർഗാനിക്കായി ഉയർന്നോളൂ. ഓർഗാനിക്കായിട്ട് പുതിയ തലമുറയോട് പറയുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആവേശം കൊള്ളിക്കുന്നത് പാവപ്പെട്ടവൻ്റെ മക്കളായിട്ടുള്ള പുതുതലമുറയിൽപ്പെട്ട പിള്ളേരെയാണ്. നിങ്ങൾ ഓരോരുത്തരും അടികൊള്ളാൻ തയ്യാറാകണം, ജയിലിൽ പോകാൻ തയ്യാറാകണം, നാട്ടുകാരുടെ ചവിട്ടും തുപ്പും കൊള്ളാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഭാവിയിൽ ഇനി ഇരുന്ന് വയസ്സാം കാലത്താണേലും സുഖിക്കാൻ പറ്റുള്ളൂ. കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെ പോരാളികളാണ് കേട്ടോ. അതിൻ്റെ ആക്ഷൻ കണ്ടില്ലേ? അതായത് മറ്റുള്ളവരുടെ ഇടി കൊണ്ട് പഞ്ചറായി ചോര തുപ്പുന്ന ആക്ഷനാണ് അത് കാണിച്ചത്. അതാണ് പോരാളികൾ. പിന്നെ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗമുണ്ട്. വലിയ തരത്തിൽ സമൂഹത്തിന്റെ ബഹുമാനവും മര്യാദയൊക്കെ പിടിച്ചു പറ്റിയ ഒരു ടീമാണ് ഇവരുടെ സൈബർ ടീം പോരാളികൾ. പൊന്നെ പോരാളി ഷാജിയൊക്കെ ഈ കൊടി അങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. ആ കൊടി അങ്ങ് കൈ വെച്ച് നിന്നാൽ മതി. പിന്നെ ജീവിതം മുഴുവൻ ആ കൊടി നോക്കിക്കോളും. മാസാമാസം ചെലവിന് എത്ര ലക്ഷം രൂപ വേണമെന്ന് വെച്ചാൽ അത് കുടുംബത്ത് കൊണ്ട് കൊടുക്കും. റേഷൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഭാവി അതോടുകൂടി സംപൂജ്യം. വേറൊരു കാര്യമില്ല, ഒരാളും അടുക്കില്ല. ഈ കൊടിയാണ് കരുത്ത്. അത് വന്നപ്പോൾ മുക്കുന്ന എന്തിനാണ്? നിന്നോണ്ടാ മുക്കുന്നത്. ആ ഒരു ചിന്ത വേണം. നമുക്ക് വേറൊന്നും വേണ്ട, ആ കൊടി മാത്രം മതി. ആ കൊടി കൊണ്ടാണ് അണ്ണൻ ഇത്രയും പവറിലെത്തിയത്. മനസ്സിലായില്ലേ? ആ കൊടിയുടെ ഒറ്റ പവറിലാണ് അണ്ണൻ ഈ ഷർട്ടും മുണ്ടും വാച്ചും കെട്ടി അവിടെ നിന്ന് മൈക്കിൽ പ്രസംഗിക്കുന്നത്. അണ്ണൻ്റെയൊക്കെ ആ ഒരു പവർ നിങ്ങൾ കണ്ടില്ലേ? കൊടിയുടെ പവറാണ്. ഈ കൊടിക്ക് കൊടുക്കാൻ പറ്റുന്ന പവർ വേറൊരു കൊടികൾക്കും മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ കൊടി പിടിച്ച് നടക്കുന്നവരിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ കൊടിക്ക് മാത്രമേ പകർന്നു നൽകാൻ കഴിയുള്ളൂ. നമുക്ക് മനസ്സിലാകുന്നില്ലേ? അത് ഭരണമല്ല, ഈ ചെങ്കൊടിയാണ് ഇടതുപക്ഷത്തിന്റെ ഈ നാടിന്റെ കാവലാൾ. അമ്പി അന്യനാകുന്ന കാഴ്ചയാണ് കണ്ടത്. സമാധാനപരമായിട്ടൊക്കെ പറഞ്ഞു നോക്കി, പിന്നെ കുറച്ച് ബോസ് കൂട്ടണം. ഭരണമല്ല, ഈ ചെങ്കൊടിയാണ് ഇടതുപക്ഷത്തിന്റെ ഈ നാടിന്റെ കാവലാൾ. ഭരണമൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് വോട്ട് ചോദിച്ചിട്ടും ഇല്ല ആരോടും. ഭരണം കിട്ടാതെ വന്നപ്പോൾ ഭരണമൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളിനി ഹർത്താൽ നടത്തി നമ്മുടെ പവർ കാണിക്കും. വണ്ടിക്ക് കല്ലെറിയാൻ ഇതുപോലെ ഉന്നമുള്ള ഒരു പാർട്ടി. സീറ്റുകളിൽ നമ്മൾ ഉന്നം വെച്ചാൽ അത് കൊള്ളത്തില്ല. പക്ഷേ വണ്ടിയുടെ ചില്ലുകളിലൊക്കെ നമ്മൾ ഉന്നം വെച്ചാൽ അത് എറിഞ്ഞു കൊള്ളിക്കുന്ന ഒരു കൊള്ളിക്കലുണ്ട്.
അതിനി പുതുതലമുറകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കാഴ്ചയും കൂടെ കാണുന്നത്. അതാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആര് കോമേ കിടക്കുന്നു? ഞങ്ങളെ ഇങ്ങോട്ട് വില പറഞ്ഞു മര്യാദയിരിക്കുന്ന ഞങ്ങളുടെ പേരെ വന്നിട്ട് തട്ടിക്കേറാനൊന്നും ഒരുത്തനും കൊണ്ട് വരണം. അല്ലെണ്ണ ആരെ ഓർമ്മപ്പെടുത്തുന്നതൊക്കെ? നിങ്ങളുടെ അടുത്ത് ആരെന്ത് പറയാമെന്ന്, നിങ്ങളോട് ആര് മുട്ടാൻ വരുന്നു? അതിനെന്തെങ്കിലും വേണ്ടേ? 35 സീറ്റാണ് കിട്ടിയത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഇനി ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടി? ഒതുങ്ങ്. മര്യാദയിരിക്കുന്ന ഞങ്ങളുടെ പേരെ വന്നിട്ട് തട്ടിക്കേറാനൊന്നും ഒരുത്തനും കൊണ്ട് വരണ്ട. ഒരു വാർഡ് മെമ്പർ വേണ്ട. മര്യാദക്കിരിക്കുന്ന ഞങ്ങളുടെ അടുത്തോട്ട് ആരും വന്ന് കയറണ്ട, കേട്ടല്ലോ? അണ്ണൻ നല്ല മൂഡിലിരിക്കുക, വാമപ്പാണത്. ആരും അങ്ങോട്ട് വന്ന് കയറാനും പോകുന്നില്ല, നിങ്ങളുടെ അടുത്ത് മുട്ടാനും പോകുന്നില്ല അണ്ണ. അതിന് മാത്രം ഒന്നും ഇല്ല. ഒന്നാമതേ വാർഡ് മെമ്പറെ പണിയെടുത്താൽ മതി. പണി അറിയാവുന്ന ആളുകൾ, പണി അറിയാവുന്നത് കണ്ട 10 വർഷം കൊണ്ട് പണിത് കേരളത്തിനെ വേറൊരു ലെവലിലെത്തിച്ച് നാട്ടുകാർ അത്രയും ചൂടായിട്ട് ഇറങ്ങി തിരിച്ച് വോട്ടും ചെയ്ത് കൂടോടെ എല്ലാത്തിനെയും പറഞ്ഞു കിട്ടത്. ഒറ്റ മന്ത്രിമാർക്ക് വെട്ടം കാണാൻ പറ്റിയില്ല. എന്നിട്ട് അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും യാതൊരു കുറവില്ല. അത് മാത്രം വായടാത്ത് കുത്തി നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറേ നാൾ ശബ്ദിക്കുന്ന കേൾക്കണം. എല്ലാവരും പണി പഠിപ്പിക്കും, സ്വന്തം പണി ചെയ്യുകയില്ല, സ്വന്തം പണി എന്താണെന്ന് അറിയുകയില്ല, വിയർപ്പിൻ്റെ അസുഖമുണ്ട്. പണിയെടുത്ത് ജീവിക്കാൻ നോക്കിക്കാ.